ഈ ചെറുപ്പത്തിൽ മനു അങ്കിളാണ് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോ ടു സിനിമ അതായിരുന്നു. ശരിക്കും ജീവിതത്തിൽ ഈ മമ്മൂക്ക എന്നൊരു ആക്ടറിനപ്പുറം ശരിക്കും ആ വ്യക്തിനെ എത്രത്തോളം ഇങ്ങനെ എനിക്ക് ഭയങ്കര എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ കുറേ പേര് ഷെയർ ചെയ്തൊരു പടമുണ്ട്. മമ്മൂക്കയുടെ ഫോണിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ. ഞാൻ ആ ഫോട്ടോ ആ ഫോട്ടോ ശരിക്കും എനിക്ക് എന്തൊരു ബഹുമാനം ആയെന്ന് പറയും. എനിക്ക് മമ്മൂക്ക എന്ന് പറഞ്ഞാൽ എന്നെ അറിയാമല്ലോ, ഞാൻ എങ്ങനെ കാണുന്നതാണ്. അദ്ദേഹം ട്രാവൽ ചെയ്തപ്പം അദ്ദേഹത്തിൻ്റെ ഫോണിൽ അദ്ദേഹം എടുത്ത ഫാമിലി പിക്ചേഴ്സാണ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മമ്മൂക്കയുടെ ഗാലറിയിലെ ഓരോ ഫോട്ടോസും എന്നെ കാണിച്ചു തരിക. അതിൽ മമ്മൂക്കയും സുലുത്തയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ്, സുലുത്താൻ്റെ ഫോട്ടോസ് മമ്മൂക്ക ഓരോ സ്ഥലങ്ങളിൽ നിർത്തിയെടുത്ത ഫോട്ടോസ്, അവരുടെ ഭയങ്കര പ്രഷ്യസ്. അവർ ഇപ്പോഴും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിലേഷനാണെന്നുള്ളതുണ്ടല്ലോ. അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്കൊക്കെ ഞാൻ നമുക്കടുത്ത് പറഞ്ഞു, നമുക്ക് എൻ്റെ ഫോണിൽ ഞാൻ സമയം നിർത്തിയെടുത്ത ഒരു ഫോട്ടോ പോലും കാണില്ല. അത് നമുക്കെന്നോട് ഞങ്ങളിപ്പോഴും ഇങ്ങനെയാണോ, ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഒരുമിച്ച് ട്രാവൽ ചെയ്യുക, ഞങ്ങളിപ്പോഴും പ്രേമിക്കല്ലടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തന്നെ. മാഷാഅല്ലാഹ് എനിക്കത് ഭയങ്കര, കാര്യം അദ്ദേഹം ഫാമിലിയെ നോക്കുന്ന രീതി, അദ്ദേഹം ഫാമിലിയെ പറ്റി പറയുന്ന രീതി, അദ്ദേഹം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് മമ്മൂക്കാനെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും. ഞാൻ ഇപ്പോഴാണ് എനിക്ക് വന്നിട്ട് കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ ഈ ദുബായിൽ വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അപ്പം മമ്മൂക്ക എൻ്റെ അടുത്ത് ഇങ്ങനെ വളരെ കൊള്ളാം, നിൻ്റെ കഴിഞ്ഞ വർഷത്തെ സിനിമകളൊക്കെ നന്നായിരുന്നു, അത്ര പറഞ്ഞിട്ടുള്ളൂ. അത് ഇതേ മോഡുലേഷനിലാണ് പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് അത്രയും സന്തോഷം തന്നിട്ടുണ്ട്. കാര്യം എല്ലാ രീതിയിലും എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം. ചൂസ് ചെയ്യുന്ന സിനിമകൾ, അദ്ദേഹം പെർഫോം ചെയ്യുന്ന രീതികൾ, അദ്ദേഹത്തിനൊരു സിനിമയോടുള്ള എക്സൈറ്റ്മെന്റ്, ഇപ്പോഴും അദ്ദേഹം സെലക്ട് ചെയ്യുന്ന ചില ക്യാരക്ടേഴ്സും ഒക്കെ നമുക്ക് കാണുമല്ലേ. ഞാനൊന്നും അതിന്റെ 4-1 എഫേർട്ട് ഏതെങ്കിലും പ്രായത്തിൽ ഇടുമെന്ന് എനിക്കറിയില്ല. ബസൂക്കല്ലേ ഫോട്ടോ ഇട്ടായിരുന്നല്ലേ, ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിട്ട് ഒരു കലക്ക്. നമുക്കല്ലേ സെൽഫി എടുത്തേ? എന്തായിരുന്നു ബസൂക്കയുടെ അപ്ഡേറ്റ്? ബസൂക്കയുടെ അപ്ഡേറ്റ് ഇപ്പം പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡബിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ റിലീസ് ഉണ്ടാവും ബസൂക്കയുടെ. മമ്മൂട്ടി സാറിന്റെ വൺ ഓഫ് ദ സ്റ്റൈലിഷ് മൂവി ആയിരിക്കും ബസൂക്ക. ഈ ശരിക്കും ടിക്കിടാക്കയുടെ ഒരു ഇഞ്ചുറി പറ്റില്ല, ഈ ആ ഗ്യാപ്പിലൊക്കെയാണല്ലോ ശരിക്കും ഒരുപാട് സിനിമകൾ പ്രീപോണ്ടായി ശരിക്കും അത് ഭയങ്കര എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്തെന്ന് തോന്നുന്നുണ്ടോ ശരിക്കും? ആ ഗ്യാപ്പ് കുറച്ചുകൂടെ ഈ സൈഡിൽ പ്രൊഡക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു. കാര്യം എൻ്റെ ഇതുവരെയുള്ള ലൈഫിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു അത്. കാര്യം ടിക്കറ്റൊക്കെ ഞാൻ അത്രയും എക്സൈറ്റ്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു സിനിമയാണ്. ഓൾമോസ്റ്റ് ഒരു 8 months കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കംപ്ലീറ്റ് ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണ് ആ ഒറ്റ ആക്സിഡന്റിൽ. എനിക്ക് എൻ്റെ ഇഞ്ചുറിയേക്കാളും പെയിനേക്കാളും ഞാൻ ബെഡ് റിഡൺ ആയിട്ടുണ്ടായിരുന്ന ആ സമയത്തേക്കാളും ഒക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ ആ എഫേർട്ട് മുഴുവൻ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതിനൊരു എന്താ പറയുക, അതിന് പകരം തന്ന പോലെ ആയിരുന്നു അതിനുശേഷം ഇറങ്ങിയ സിനിമകൾ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ അറ്റ്ലീസ്റ്റ് ആ ഒരു മെന്റൽ സ്റ്റേജ് ഓവർകം ചെയ്യാൻ എൻ്റെ ആ സമയത്തെ സിനിമകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് പറയുമ്പോ 2015 ഇപ്പൊ ബ്യൂട്ടിഫുൾ ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്ഷനിൽ ഒരു സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്റെ കാസ്റ്റിംഗ് കോളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ആ സിനിമയ്ക്ക് എന്താ പറ്റി? സ്പോർട്സ് ഡ്രാമ ഇതിൽ വന്ന സിനിമയാണ്. ഇപ്പൊ കിഷ്കിന്ദാണ് ഡയറക്ടർ. ദിഞ്ചിത്തേട്ടന് ആദ്യം വന്ന് പറയുന്നത് ഒരു സ്പോർട്സ് ഡ്രാമയാണ്. ശരിക്കും എന്താ ബ്യൂട്ടിഫുൾ ഗെയിമിന്റെ പ്രശ്നം, നമ്മൾ അത് പ്രൊഡക്ഷനിലേക്ക് വന്ന് അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് ഒരു 80% വരെ എത്തി നിൽക്കുമായിരുന്നു, 90%. പക്ഷെ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ വന്നപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ അത് നിൽക്കില്ല. ആ ബഡ്ജറ്റിൽ നിന്നില്ലെങ്കിൽ ആ സിനിമയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. അത് ഒരു ഇന്റർനാഷണൽ ഫിലിം എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പ്രൊഡക്ഷനിൽ നിന്ന് മാറാം എന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുമായിരുന്നു. പിന്നെ അതിന് ഒരുപാട് സമയവും ഈ ഖത്തർ വേൾഡ് കപ്പിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ആയിരുന്നു അത്. അപ്പൊ അതിന്റെ പെർമിഷൻസും കുറച്ച് വലിയ പടമായിരുന്നു അത്. അതാണ് അങ്ങനെ. ഇപ്പോഴും ആ ഡ്രീം ഉണ്ടോ? സ്പോർട്സ് ഡ്രാമ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് ക്രിക്കറ്റാണ്. കാരണം ഞാനൊരു ക്രിക്കറ്ററാണ്. എനിക്ക് കളിക്കാൻ ക്രിക്കറ്റ് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ക്രിക്കറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്രിക്കറ്റ് ബേസ്ഡ് ഒരു സ്പോർട്സ് ഡ്രാമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് എനിക്ക് ഒരു സമയത്ത് ഇക്ബാൽ എന്ന് പറഞ്ഞ ഹിന്ദിയിൽ വന്നൊരു സിനിമ, അതിൻ്റെ റീമേക്സിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ആലോചിച്ചതാണ്. പക്ഷെ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിലേക്ക് വന്നാൽ നന്നായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സബ്ജക്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് ഞാനുണ്ടെങ്കിൽ
ഈ ശരിക്കും പൊതുവെ ജനുവരി ഫസ്റ്റ് വീക്ക് ആദ്യമായിട്ടല്ല ഒരു സിനിമ റിലീസിന് തന്നെ ആസ്മിക്കയുടെ ട്രാഫിക് വന്നിട്ടുണ്ട്, വിജയ് സുപ്രം പൗർണമിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് ഫസ്റ്റ് സിനിമ ഇട്ടടിച്ച് തുടങ്ങാമെന്ന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കറിയില്ല, അത് ഒത്തു വരുന്നതാണ് ചില സമയം. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ക്രിസ്മസ് റിലീസ് എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷെ ഫൈനൽ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കും തോന്നി ഒരു പുതിയ വർഷത്തിൽ നല്ല ഫസ്റ്റ് പടമായിട്ട് ഇറക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഈ കൂടുതൽ ഇങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ടൊക്കെ ഭയങ്കര അടുത്ത സർക്കിളുകളൊക്കെ ഉണ്ടല്ലോ, ഫ്രണ്ട്സ് ഒക്കെ, അവർ ഈ രേഖാചിത്രത്തിന്റെ കഥ എന്താണെന്ന് ചോദിക്കായിരുന്നു. ഇപ്പൊ കഥ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല. ലൈക്ക് ഐ എം നോട്ട് ഗിവിങ് ടു മച്ച് പ്രോമിസ് ടു ദ ക്രൗഡ്. എന്നാലും എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ, പീപ്പിൾ ഹു നോ ആൻറ്റോ ജോസഫ് സർ, അവരൊക്കെ പോയിട്ട് സിനിമ കണ്ടിട്ട് ദേ ആർ ആക്ച്വലി ഹാപ്പി സീയിങ് ഇറ്റ്. ഞാൻ വൺ ടെൻഷനിലായിരുന്നു, ബിക്കോസ് ഇതെങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തത്. ലൈക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് തോന്നിയത് എനിക്ക് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ഐ ഡോണ്ട് നോ. എന്നോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇതിൽ മമ്മൂട്ടി ഉണ്ടോ. ബട്ട് ദെൻ അത് ഇറ്റ് ഹാസ്, എല്ലാവരും ചോദിക്കുന്നൊക്കെ ഉണ്ട്. ബട്ട് ഐ എം ലൈക്ക് ദ ഓൺലി പ്രോമിസിങ് എനിക്ക് കിട്ടുന്ന ഒരു പ്രോമിസ് പറയാനുള്ള സംഭവം വെച്ചാൽ ഈവൻ വെൻ അറിയാവുന്ന ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ പോലും ഇറ്റ്സ് ലൈക്ക് കണ്ട ആൾക്കാർ ആർ ആക്ച്വലി ഹാപ്പി. നൗ ലെറ്റ്സ് വെയിറ്റ് ഫോർ January 9th. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ. ഇപ്പോൾ അടുത്ത വരുന്ന സിനിമകളുണ്ടല്ലോ, ജിത്യോസ് സാറിൻ്റെ സിനിമകൾ, 1900 ഡയറക്ടറിൻ്റെ സിനിമ, പുള്ളിയായിട്ട് അപ്പോൾ അവരായിട്ടാണല്ലോ ശരിക്കും ദുബായിലാണല്ലോ മാർക്കോ കാണാൻ പോയത്. അപ്പോൾ മാർക്കോ കണ്ടിട്ട് ആസിഫലിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇത് അത്ര വയലൻസിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മളങ്ങനെ അറിഞ്ഞു കേട്ടു. അപ്പോൾ ശരിക്കും അതൊക്കെ കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു ഒരു അല്ല, എനിക്ക് പക്ഷെ മാർക്കം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ഒരു ഉണ്ണിയൊക്കെ ഉണ്ടായ ഒരു പ്രൊജക്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷം വന്നു. ആ ഉണ്ണി സ്ക്രീനിൽ കാണിച്ച പ്രസൻസും ആ സ്വാഗും അത് ഭയങ്കര രസമായിരുന്നു. ഞാൻ ആക്ച്വലി മാർക്കോ കണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റായിരുന്നു. എനിക്ക് നൈറ്റ് ഷൂട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് ഞാൻ ഷോയ്ക്ക് പോകുന്നത്. അപ്പൊ ഞാൻ എത്തിയില്ലെങ്കിൽ അവിടെ ഷൂട്ട് ഡിലേ, ഇതാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്കങ്ങനെ കുട്ടികൾക്ക് എഗെയിൻസ്റ്റ് ഉള്ള വയലൻസും സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ഉള്ള വയലൻസും ഒഴികെ ബാക്കി ഞാൻ എല്ലാ കൊറിയൻ പടങ്ങളും കാണുന്ന ആളാണ്. എനിക്കങ്ങനെ ബ്ലഡ് ഷെഡും ചോരയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ശരിക്കും ആ പടം കുട്ടികൾക്കുള്ള പടമല്ലേ? അതെ അതെ, ഒരു ബോയ് ഫാദർ സൺ റിലേഷൻ അതിന്റെ വേറൊരു കൈൻഡ് ഓഫ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കൂടുതലൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് രേഖാചിത്രം January 9 തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഇപ്പം മലയാളത്തിൽ നിന്ന് വരാൻ പോകുന്ന ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന രീതിയിലുള്ള ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിനിമ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ 2024 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേഴ്സണലായിരുന്നു ആസിഫ് അലി എന്നൊരു ആക്ടറിന്. കാരണം കിഷ്കിന്താണ്ട കണ്ടിറങ്ങി വന്നപ്പോൾ ആസിഫ്ക ഭാഗ്യവർഷമല്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവട്ടെ എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് തന്നെ തുടരട്ടെ 2025 എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് താങ്ക് യു.